to Vetamala television program. Bible studies, പ്രസംഗങ്ങൾ, പ്രത്യാശഗാനങ്ങൾ, analysis of current affairs എന്നിവയ്ക്ക് ഈ ചാനൽ വാച്ച് ചെയ്യാം. Pastor, could you tell me what is Christian worship? Well, having worshipped the Lord for such a long time, in the end of the day you come and ask me what is worship? What prompted you to ask me that question now? It's because I see people worshipping in different ways. For example, some groups, they're completely silent and they sing like very, very quietly hymns and things, and they call that worship. Some people speak in tongues, some people clap their hands, dance. They claim that to be worship. And for an outsider, this might, they might look at this and think which is the right way, whether they might think some things are wrong. I wanted to know what is actually the right way to worship. What is actually the right way to worship? എല്ലാ ക്വസ്റ്റിനും ആൻസർ ആയിട്ട് നമ്മുടെ പ്രിൻസിപ്പിൾ ഓർക്കുന്നുണ്ടോ? ജെനിസിസ് എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി, അതിനകത്ത് നമ്മൾ ആൻസർ പറയത്തുള്ളൂ. നമുക്ക് ആ ഫ്രെയിമിനകത്ത് നിന്ന് ഇടാം. വർഷിപ്പ്, വാർഷിപ്പ് അല്ല, വർഷിപ്പ്. Okay, where is the first place you see it in the Bible? I'll tell you the context so you can easily find out. Father Abraham is taking his son Isaac to Mount Moriah for the sacrifice. ഇവർ ദൂരെ ഈ സ്ഥലം കണ്ടപ്പം അബ്രഹാം ദാസന്മാരോട് പറഞ്ഞു, നിങ്ങളും കഴുതയും കൂടി ഇവിടെ നിൽക്കുക, ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. That is the first place where you see the word worship in the Bible. Okay? Yeah. Clear. അപ്പം നമുക്ക് ഈ ആരാധന ഇവരെന്തിനാ പോകുന്നത്? ആരാധനയ്ക്ക്. നമുക്ക് ഇവരുടെ കൂടെ പോകാം. നമുക്ക് ടുഡേ ഫ്രം ലണ്ടൻ നമ്മുടെ മ്യൂസിക് ഗ്രൂപ്പ് കൂടെ പോകാം. ഇതിൻ്റെ ഒറിജിനൽ പോയിന്റിൽ എന്തോന്ന് അറിയത്തുള്ളൂ. നമ്മളവിടെ ചെന്നപ്പം അവിടെ അന്ന് പാടേണ്ട പാട്ടുകളുടെ ബുക്ക് അവിടെ ഇല്ല, സോങ് ബുക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊക്കെ പണ്ടത്തില്ലേ പവർ പോയിൻ്റ് കാണുമെന്ന് വിചാരിച്ചു. പവർ പോയിൻറ്റും ഇല്ല. അപ്പം വിചാരിച്ചു വരുന്ന എല്ലാവർക്കും എല്ലാ പാട്ടും അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ നോക്കിയപ്പം മ്യൂസിക് ഗ്രൂപ്പ് ആരും വരുന്നില്ല. ഇവരെന്തിനു വന്നതാ? ആരാധനയ്ക്ക് ആര് വേണം? പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീം വേണ്ടായോ? ആരുമില്ല. അയ്യോടാ. അപ്പോൾ വിചാരിച്ചു ഇവർ രണ്ടുപേരും കൂടെയുള്ള ടീമായിരിക്കും. അപ്പം പവർ പോയിൻ്റ് ഇല്ല. അപ്പം കട്ടൊക്കെ അഴിച്ചു വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഏതില്ല? PA സിസ്റ്റം ഇല്ല. ഏതില്ല? PA സിസ്റ്റം ഇല്ല. ചേടാ, നല്ല വെയിലുള്ളതുകൊണ്ടായിരിക്കും കളർ ലൈറ്റ് ഇല്ലാത്തത്. എൻ്റെ പല കളർ ഇങ്ങനെ മിന്നി വരണമല്ലോ നമുക്ക് ആരാധിക്കണം. അതുമില്ല. ചേടാ, മൈക്കില്ല, PA സിസ്റ്റം ഇല്ല, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, പവർ പോയിൻ്റ് ഇല്ല, ഗിറ്റാറില്ല, ഈ പറഞ്ഞ ഒരു കുന്തും ഇല്ല. അപ്പം നമുക്ക് ചോദിക്കാം, അപ്പച്ചാ ഇതൊന്നും ഇല്ലാതാണോ ആരാധനയ്ക്ക് വന്നേക്കുന്നത്? ഇതൊന്നും ഇല്ലെന്നാണോ ആരാധനയ്ക്ക് വന്നേക്കുന്നത്? അബ്രഹാമിൻ്റെ മറുപടി, ഇതിന് വേണ്ടിയതല്ല ഇതൊന്നും വേണ്ടാത്തതല്ലെന്ന് പറഞ്ഞില്ല. പിന്നെ ഏതിനു വേണ്ടിയതല്ല? ആരാധനയ്ക്ക് വേണ്ടിയതല്ല ഇതൊന്നും. അത് ശരി. ഓക്കെ, സോ വാട്ട് യു ഗോയിങ് ടു ഡു? പിന്നെന്തിനാ വന്നത്? I came to worship. Means what? I came to see somebody who called me out of the land of Chaldeans years ago. കൽദയരുടെ ദേശമായ ഊരിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിറക്കി. ഈ ആൾ എന്നോട് പറഞ്ഞു ഇവിടെ വരാൻ.
ഈ ആളിനെ കാണാൻ വന്നതാണ് ഞാൻ. ഈ ആളിനെ യു ഡോണ്ട് സീ ദ ഗൈ എനിവെയർ ഹിയർ. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സോ അവർ ഫസ്റ്റ് ഡെഫിനേഷൻ, വാട്ട് ഈസ് വർഷിപ്പ്? The heart-to-heart encounter between the worshipper and the worshipped. ആരാധനക്കാരനും ആരാധിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഹൃദയത്തിൻ്റെ കണ്ടുമുട്ടലാണ് ഏത് ആരാധന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദ ഹാർട്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ദി ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ അവിടെ എന്തില്ല? ഈ പറഞ്ഞ യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ല. ആരെ കണ്ടു? ആരാധനക്കാരൻ താൻ ആരെ ആരാധിക്കുന്നോ ആ ആളിനെ തൻ്റെ ഹൃദയം കൊണ്ട് കാണുക. നമ്പർ 1. അപ്പോൾ കണ്ടപ്പോൾ ഇയാൾ എന്തോ ചെയ്തു. ഇയാൾ ആരാധിക്കാൻ എന്തുകൊണ്ടാണ് വന്നത്? He came with the best. He's Isaac. Anything greater than Isaac in his life? ഇല്ല. ബെസ്റ്റും കൊണ്ടാണ് വന്നത്. ഈ ബെസ്റ്റിനെ എന്ത് ചെയ്തു? കാൽ മീൻ കെട്ടി യാഗപീഠത്തെ വെച്ചു. ഇത് 103-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഭാഷയിൽ നമ്മൾ റീമേക്ക് ചെയ്താൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. Bless the Lord, O my soul, all that is within me, bless his holy name. അത്രയും നമുക്കവിടെ നിർത്തിയിട്ട് നമുക്ക് ദാവീദിൻ്റെ അടുത്ത് എന്ന് പറയാം. ദാവീദ് മേലേക്ക്, ദാവീദ് രാജാവേ, can you please tell me what you actually told? Barakhi nafsi et Yahuwah. ഉന്നതനായ ദൈവമായ യഹോവയുടെ മുമ്പിൽ നിനക്കുള്ള ഏറ്റവും കൊണ്ട് സമർപ്പിച്ചു വെക്ക്. മനസ്സിലായേ? അബ്രഹാമിന് ഇസ്ഹാക്കിനെ വാർക്കാൻ വലുത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിനക്കുള്ള ഏറ്റവും വലുത് ഉന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കൊണ്ട് സമർപ്പിച്ച് വെക്കെന്ന് ഒരു മനുഷ്യൻ അയാളുടെ ഹൃദയത്തോട് പറയുക. അയാളുടെ ഹൃദയത്തോട് പറയുക. ഗോട്ട് മീ. അപ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, മോനെ കെട്ടിയിട്ട് പിച്ചാത്തി എടുക്കുമ്പം, ഇതിനേക്കാൾ വലുത് എനിക്കൊന്നുമില്ല, പക്ഷെ ഇതിനേക്കാൾ വലുതാങ്ങ്. ഇതൊന്നും ഈ മോനും ഈ സ്വത്തൊന്നും അങ്ങേക്കാൾ വലുതല്ല. Therefore I have submitted it at your feet. Father, I have submitted all that I have at your feet. എന്ന് ദൈവത്തോട് പറയുക. ആരാധനയിൽ സംഭവിച്ച കാര്യം. Then what? അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒറിജിനാണ് തുടങ്ങുന്നതല്ലേ. What is the meaning of the word? എറ്റിമോളജി പറയണ്ടായോ? ഒറിജിൻ പറഞ്ഞു. എറ്റിമോളജി പറയണ്ടായോ? എറ്റിമോളജിയിൽ ഷക്ക് ആരാധന എന്ന് പറഞ്ഞാൽ ഷക്ക് മോക്കൊന്ന് പറയാൻ നോക്കിയത് ഇച്ചിരി വാ പൊളിയാണ്. കാരണം ഈ ഹീബ്രു പറയുമ്പോൾ ഈ ത്രോട്ടല്ല വരുന്നത്, ഗ്ലോട്ടലാണ് സൗണ്ട് കൂടുതൽ. വെൽ യു വുഡ് ഹാവ് കം അക്രോസ് എ കപ്പിൾ ഓഫ് ഇറ്റ് ഇൻ യുവർ ബൈബിൾ സ്റ്റഡി സെഷൻസ്. ഷക്ക് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം വീണ് നമസ്കരിക്കുക. വീണ് നമസ്കരിക്കുക, അതാ വാക്കിൻ്റെ അർത്ഥം. ഒറിജിൻ, ജെനിസിസ്, എറ്റിമോളജി പറഞ്ഞു കഴിഞ്ഞു. വീണ് നമസ്കരിക്കുക. കേട്ടല്ലോ? മോള് വീണ് നമസ്കരിക്കാൻ കസേരന്ന് താഴെ വീണമെന്നില്ല. യുവർ ഹാർട്ട് can fall in front of God. മോള് സോഫയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ താഴെ കിടക്കുക.
ഇപ്പം ഞാനിപ്പം നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ കാലിൻ്റെ പ്രോബ്ലം ഉണ്ട്, മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട്. ഈ കസേരയിലിരിക്കുമ്പോഴേ ഹൃദയം എവിടാ? അറ്റ് ഗോഡ്സ് ഫീറ്റ് അല്ലേ? ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ വീണ് ദൈവത്തെ നമസ്കരിക്കുക എന്നാണ് ഷക്ക് ആഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. കേട്ടല്ലോ, അതാ വാക്കിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ മൊറാലിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശമരിയാക്കാരായ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, ദ ട്രൂ വർഷിപ്പർ will worship the Father in spirit and in truth. Who? The true worshipper. The true worshipper. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം, ഇംപ്ലൈഡ് മീനിങ്. സത്യനമസ്കാരികൾ എന്ന് പറയുമ്പം അവിടെ വേറെ എന്തൊരർത്ഥമുണ്ട്. സത്യത്തിലല്ലാത്ത നമസ്കാരികളും ഉണ്ട്, ഇല്ലയോ? സത്യത്തിലല്ലാത്ത നമസ്കാരികളും ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ സത്യസംസ്കാരികൾ എങ്ങനെയെങ്കിലും നമസ്കരിക്കുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാവുന്ന എന്താണ്? മുമ്പ് എന്നോട് പറഞ്ഞ് കേൾപ്പിച്ചുണ്ടല്ലോ, അതല്ലേ നമുക്കറിയാവുന്നത്. നമ്മളത് ലോകത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് ഞായറാഴ്ച നമ്മുടെ പള്ളികളിൽ കാണുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞല്ലോ ഇങ്ങനെ ആരാധനയെന്ന്. അങ്ങനെ ആരെങ്കിലും ആരാധിച്ചായിട്ട് നമുക്കറിയാമെന്ന് നോക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പോകുന്നുണ്ടേ. സിംഹാസനത്തിൽ ഒരുത്തന്നിരിക്കുന്നു. 5 or 4 എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല, 4 തോന്നുന്നു. മുമ്പിൽ അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ. ദൈവസന്നിധിയിൽ 24 മൂപ്പന്മാർ വന്നു. അവർ 12 ഗോത്രത്തലവന്മാരുടെയും 12 അപ്പോസ്തലന്മാരുടെയും റെപ്രസെൻറ്റേറ്റീവ്സാണ്. 24 പേര് വന്നു. അവർ കിരീടം വെച്ച ആളുകളാണ്. ദാറ്റ് മീൻസ് അവർക്ക് ഭരണാധികാരമുള്ളവരാണ്, നോർമൽസ് അല്ല. അവർ വന്നിട്ട് ആദ്യം തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടു. എന്നിട്ട് വീണ് നമസ്കരിച്ചു. ആരെ നമസ്കരിച്ചു? പിതാവിനെ നമസ്കരിച്ചു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി, അങ്ങ് ആ ജീവദാതാവ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? യു ആർ ദ ഡോണർ ഓഫ് ലൈഫ്. നമസ്കരിച്ചു. Then they turn to the lamb that is standing as if slaughtered. അറക്കപ്പെട്ട കുഞ്ഞാടിനോട് അവർ പറയുക, Lamb of God, you are worthy. You were slaughtered. അല്ലേ? നിൻ്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതിന് ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് പറഞ്ഞു. വീണ്ടും നമസ്കരിച്ചു. Perfect session of worship. Perfect session of worship. ഞാൻ എൻ്റെ മീനിങ് പറഞ്ഞു, അബ്രഹാമിൻ്റെ ആരാധന പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നടന്ന സംഭവം എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാം. കർത്താവ് പറഞ്ഞു, ദ ട്രൂ വർഷിപ്പർ, ദി ട്രൂ വർഷിപ്പർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദർ ആർ ഫോൾസ് വർഷിപ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. വളരെ ഈ ആർബിട്രേറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ക്രിസ്ത്യൻ മിനിസ്ട്രി 5-fold മിനിസ്ട്രിയാണ്. ഒന്ന്, ദ മിനിസ്ട്രി ഓഫ് ദി അപ്പോസ്റ്റലിക് മിനിസ്ട്രി, evangelistic ministry, pastoral ministry, prophetic ministry and teaching ministry. ഇതാ 5-fold മിനിസ്ട്രി. ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ എന്തില്ല? മ്യൂസിക് മിനിസ്ട്രി എന്നൊന്നില്ല. ഇല്ല. ഉണ്ടായിരുന്ന കർത്താവ് 12 ഹാർമോണിയം മേടിച്ചാൽ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം പാട്ട് പഠിപ്പിച്ചാൽ. എന്നിട്ട് എന്ത് പറയണം? ഓരോ സ്ഥലത്തും പോയി പാട്ട് പാടിയ ആൾ കൂട്ടാൻ പറഞ്ഞു. ഒരു ട്രെയിനിങ്ങും ക്രിസ്ത്യൻ മിനിസ്ട്രി കൊടുത്തിട്ടില്ല. ഏതിന്? മ്യൂസിക്കിന് കൊടുത്തിട്ടില്ല. നോ.
എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്? ഈ സ്കില്ല് ബേസിക്കലി സൈറ്റനിക് ആൻഡ് ഡിമോണിക്കാണ്. ബേസിക്കലി. കാരണം ഏറ്റവും നല്ല മ്യൂസിഷ്യൻ ആരായിരുന്നു? ലൂസിഫർ. ചെറുതിനകത്ത് എന്തുകൊണ്ട്? മുഴുവൻ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അപ്പിയറൻസ് എങ്ങനെ? നവരത്നങ്ങൾ. സ്കില്ലോ അതിഭയങ്കര സ്കില്ല് ആണല്ലോ. ഇത് ആരുടെ സ്കില്ലാ? ആരുടെ സ്കില്ലാ? ആ ആൾ സ്റ്റേജിൽ വരുമ്പോൾ ഇമ്പോർട്ടൻസ് ആർക്കാണ് കിട്ടുന്നത്? അയാൾക്കാണ് കിട്ടുന്നത്. ദൈവജനം ഒരുമിച്ച് കൈയടിച്ച് പാടി ആരാധിക്കുമ്പോൾ ആരാധനയുടെ നടുവിൽ ദൈവം ഉയർത്തപ്പെടുന്നു. ഒരു മ്യൂസിഷ്യനും കുറേ പെണ്ണുങ്ങളും കൂടെ വന്ന് ഈ കൂത്ത് കളിക്കുമ്പോൾ ഫോക്കസ് മുഴുവൻ ആർക്കാണ് കിട്ടിയത്? സംശയമില്ലല്ലോ. പിന്നെ പുറകിൽ ഈ മിന്നുന്ന ലൈറ്റ് ഇടാൻ അവരോട് ആരാ പറഞ്ഞത്? ഈ പിശാചിൻ്റെ തോന്നു വരച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ അവരോട് ആരാ പറഞ്ഞത്? ഈ വീറുത വേഷം വൃത്തികെട്ട വേഷം കെട്ടി വരുന്നവരോട് ആരാ പറഞ്ഞത്? ഈ ഫേസപ്പുമായിട്ട് വരാൻ ഇവരോട് ആരാ പറഞ്ഞത്? എന്നിട്ട് അവരതിന് പേരിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇതിന് ഒരു എവിഡൻസും ബൈബിളിലില്ല. അപ്പോൾ ഈ അനോയിൻറ്റിങ് ആരുടെയാ? ഞാൻ ഈ പാട്ടുകാരെ എല്ലാം ചീത്ത വിളിക്കില്ല, ഒരാളെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല നമുക്ക്, പാട്ടുകാരെ അല്ല. പക്ഷെങ്കിൽ അവരിൽ ഇന്ന് വ്യാപരിക്കുന്ന ഈ സ്പിരിറ്റ് അതെന്താണെന്ന് ലോകം പിന്നീട് കണ്ടിട്ടുണ്ട്. ആരും പിൻപോയിൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യത്തില്ല. അപ്പോൾ തന്നെ ജനത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില ഗിഫ്റ്റഡായ ദൈവതാക്കളുണ്ട്. അവരങ്ങ് മറയുക. അവർ കുറച്ച് കത്തിൻ്റെ പുറകിലോട്ടങ്ങ് പോവുക. എന്നിട്ട് എന്തോ ചെയ്യും? ജനത്തെ അവരാത്മാവിൽ എഴുതിയ പാട്ടുകൾ പാടി ആരാധിപ്പിക്കുക. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരും അതിൻ താമസമേറെയില്ല. ആരെഴുതാന്നറിയാമോ? എൻ്റെ ഗ്രാൻഡ് ഫാദർ വേട്ടമല ഫിലിപ്പോസ് സ്വദേശി. റിയലി. നിങ്ങളുടെ പള്ളിയിൽ ഇപ്പോഴും പാടുന്നുണ്ടല്ലേ? പാടും. വേട്ടമല ഫിലിപ്പോസ് ആർക്കും അറിയാമോ? അറിയത്തില്ല. യവനിക്ക് പിന്നില്ല. ആ പാട്ട് പാടി അനേകർ ദൈവത്തെ സ്തുതിക്കുക. ക്രിസ്ത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ആ പാട്ടേ അറിയത്തുള്ളൂ. ആരെയും അറിയത്തില്ല? പാട്ടുകാരനെ അറിയത്തില്ല. ഇന്ന് ആരെ അറിയത്തുള്ളൂ? പാട്ടുകാരനെ അറിയത്തുള്ളൂ. എന്തറിയത്തില്ല? പാട്ടറിയത്തില്ല. മനസ്സിലായോ? അപ്പോൾ ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പാട്ടാണ് ഇമ്പോർട്ടൻസ്. ആരല്ല? പാട്ടുകാരനും ഇൻസ്ട്രുമെൻസും ഷോയും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും അല്ല. നമുക്ക് വേണ്ടിയത് ആത്മനിറവിൽ എഴുതുന്ന ഭക്തന്മാരുടെ പാട്ടുകളാണ്. നമുക്ക് എന്തല്ല വേണ്ടിയത്? സ്റ്റേജ് ഷോ അല്ല വേണ്ടിയത്. അപ്പോൾ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ അല്ല. It's absolutely pagan and demonic. Yeah, I know I'm speaking in front of the camera, sitting in front of the camera. Absolutely pagan and demonic. Absolutely pagan and demonic. ഇങ്ങനെ ഞാൻ പറയുന്നത് 56 പ്രത്യാശഗാനങ്ങൾ എഴുതി ട്യൂൺ ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനങ്ങളിലുള്ള മാരാൺ കൺവെൻഷന് വർഷങ്ങൾ പാടി മാരാൺ കൺവെൻഷന് മ്യൂസിക് മേക്കപ്പ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് എന്നെ വളർത്തിയ എൻ്റെ വല്യപ്പൻ വേട്ടമല ഫിലിപ്പോസ് സ്വദേശി. കേട്ടല്ലോ? ആ ആളിൻ്റെ കൊച്ചുമകൻ എന്ന നിലയ്ക്ക് മ്യൂസിക്കിന് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയി വല്ലതുകൊണ്ട് പാടത്തില്ല, രക്ഷപ്പെട്ടു, ലോകം രക്ഷപ്പെട്ടു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ആ നോളജിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും വേട്ടമല ഫിലിപ്പോസ് സ്വദേശി ആർക്കും അറിയത്തില്ല. ആൾക്കാർക്ക് ഇപ്പോഴും അറിയാം. മേഘാരുടനായി വന്നിടുമേ 10,000 പേരുകളിൽ സുന്ദരൻ താൻ. ആ പാട്ടിപ്പോഴും അറിയാം. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് വേണ്ടിയത്. അങ്ങനെയുള്ള വിശുദ്ധന്മാരെ, അവർ ദൈവകൃപയിൽ പരിശുദ്ധാത്മാവ് നിറവിൽ പ്രാപിച്ച പാട്ടുകളും അത് നമ്മളെ ആത്മീയത്തിൻ്റെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോവുക, നമ്മളെ കർത്താവിലേക്ക് കൊണ്ടുപോവുക. മറ്റവർ നമ്മളെ
അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അത് ഡിമോണിക്ക. അതൊരിക്കലും കർത്താവിൻ്റെ അല്ല. ഇപ്പോഴും നമ്മളിപ്പം സ്റ്റേജിൽ നിൽക്കുന്ന പാട്ടുകാരൻ, ഞാൻ ആരെയും പിൻ പോയിൻ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞല്ലോ, ചില ആളുകളുടെ പാട്ട് നമ്മളെ കർത്താവിങ്കിലോട്ട് അടുപ്പിക്കുക. ആഴമേറിയ ജീവിതാനുഭവങ്ങളുള്ള പാട്ടാണ്. നമുക്കവരെ വേണം. ക്രിസ്ത്യൻ വേൾഡ് നീഡ്സ് ദം. ആരെ വേണ്ട? ഈ സ്റ്റേജെ കാണിക്കുന്ന ഈ കക്ഷികളുണ്ടല്ലോ, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത്. നോ, ദാറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ. സോ ദ ട്രൂ വർഷിപ്പർ, ഐ എം കമ്മിങ് ടു ദാറ്റ്. ദ ട്രൂ വർഷിപ്പർ will worship the Lord in spirit and in truth. In spirit and in truth. ആദ്യം പറയാമ്പോൾ ഞാൻ ട്രൂത്ത് നേരത്തെ ഒരു വീഡിയോയിൽ ഡിഫൈൻ ചെയ്തല്ലോ. ദി ബിഗിനിങ്, ത്രൂ ദ മിഡിൽ, ടു ദ വെരി എൻഡ്. ദൈവം നടത്തിയ വിധങ്ങൾ മുഴുവനും ഓർക്കുമ്പോൾ ഇൻഎക്സ്പ്ലിക്കബിൾ വേർഡ്സ് കൊണ്ട് ഹൃദയം നിറയുക. ആ നന്ദി പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. വേർഡ്സ് ഫെയിൽ. എവിടെ? ഇൻ സ്പിരിറ്റ്. ഹീബ്രു ടെർമിനോളജിയിൽ സ്പിരിറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം ഹാർട്ട് എന്നാണ്. മനസ്സിലായി? അപ്പോൾ ട്രൂ വർഷിപ്പ് നടക്കുന്ന കയ്യിലല്ല, കാലയിലല്ല, തല കൊണ്ടുമല്ല. എവിടെ നടക്കുന്നത്? ഇൻ ദ ഹാർട്ട്. അപ്പോൾ ദൈവസന്നിധി വരുമ്പം ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഒറ്റ ലാംഗ്വേജിനും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. സേ ഫോർ എക്സാമ്പിൾ, നാളെ നമ്മൾ സഭായുധത്തിന് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ ദൈവം നടത്തിയ വിധങ്ങളെപ്പറ്റി ഇങ്ങനെ അങ്ങോട്ട് ഓർക്കുമ്പോൾ ലാംഗ്വേജ് cannot explain. No human wisdom can put it into words. അല്ലേ? So your heart is full of gratitude. ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് നിന്ന് ആ ഹൃദയം ദൈവസന്നിധിയിൽ പുകുമ്പിട്ട് നമസ്കരിച്ചു. You worshipped. Finished. That can happen 24/7. ഞാൻ പള്ളിയിൽ പോയി ആരാധിക്കാൻ പോകുന്നത്, പള്ളിയിൽ പോകുന്നല്ല, ഈ ബെഡിൽ കിടന്ന് ആരാധിക്കുന്നത്. എങ്ങനെ? മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് ഗോഡ്. അവിടെ എന്തില്ല? കയ്യടിയില്ല, നൃത്തമില്ല, അന്യഭാഷയില്ല, പാട്ടില്ല, ബഹളമില്ല, ഹല്ലേലൂയയില്ല, അബ്സല്യൂട്ട് നത്തിങ്. മൈ ഹാർട്ട് ഹാസ് സീൻ ദ വൺ ദാറ്റ് കോൾഡ് മീ. ആരാധന കഴിഞ്ഞു. ഇനി നമുക്ക് സ്വർഗത്തിൽ പോകുമ്പോൾ, സ്വർഗത്തിൽ ഇങ്ങനെ ആരാധന കഴിഞ്ഞ് ഇനിയും പ്രൈസ് സെക്ഷൻ തുടങ്ങാൻ പോകണം. പ്രൈസ് സെക്ഷൻ. ആരാധിച്ചിട്ടുണ്ടല്ലോ, അവരങ്ങോട്ട് എഴുന്നേറ്റു. അവർ തകർത്ത ഇടിമുഴക്കത്തോടെ, പെരുവെള്ളത്തിൻ്റെ ശബ്ദത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്തരം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും നിൻ്റെ ദയ, രാത്രി തോറും നിൻ്റെ വിശ്വസ്തത വർണ്ണിക്കുന്നത്. സഭായുഗത്തിൻ്റെ പാട്ടൊന്ന് എപ്പോഴാ കേൾക്കണമെന്നറിയാമോ? എൻ്റെ പേഴ്സണൽ വ്യൂ ആണ് കേട്ടോ. ഗംഭീര സ്വരമുള്ള കിന്നരം ചുമ്മാ ഞാൻ വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത. ദാവീദിനാണെങ്കിൽ ദൈവസന്നിധി വന്നാൽ പിന്നെ ഒരു ബോധവുമില്ല. അങ്ങനെയാണല്ലേ? അങ്ങനെ നൃത്തം ചെയ്യുക. ഇത് ആരാധനയല്ല. ഇതെന്താ? സ്തുതിക്കുക. സ്തുതിയും സ്തോത്രം. ഇപ്പം 3 വേർഡ്സ് ഞാൻ പറഞ്ഞു. ഒന്ന് സ്തുതി, ഒന്ന് സ്തോത്രം, ഒന്ന് ആരാധന. സ്തുതിക്കുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും പത്തിനാളുള്ള ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുന്നത്. അപ്പം സ്തോത്രം, സ്തുതി. കീർത്തിക്കുന്നത് സ്തുതി. 10 കമ്പിയുള്ള വാദിത്രം, വീണ, ഗംഭീര സ്വരമുള്ള കിന്നരം. അതെന്തിന്? സ്തുതിക്കും സ്തോത്രത്തിനും വേണം. നല്ല മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കണം, അതിഗംഭീരമായിരിക്കണം. അത് ദർ ഈസ് നോ കോംപ്രമൈസ് ഓൺ ദാറ്റ്. പക്ഷേ അത് ആരാധന അല്ല, അത് സ്തുതിയും സ്തോത്രമാണ്. ആരാധന എവിടെ? സത്യനമസ്കാരികൾ, ദ ട്രൂ വർഷിപ്പർ വിൽ വർഷിപ്പ് ദ ലോർഡ് വെയർ? ഇൻ സ്പിരിറ്റ്, ഇൻ ഹിസ് ഹാർട്ട്, ഇൻ ട്രൂത്ത്. ട്രൂത്ത് ഞാൻ പറഞ്ഞല്ലോ അർത്ഥം എന്താണെന്ന് അല്ലേ? വീണ് നമസ്കരിച്ചു. ഇനി
I am the good shepherd. What do my sheep do? They go outside, come inside, they go outside and they find out the pastures. അവരകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. കേട്ടോണേ, അകത്ത് വന്നു എന്ന് പറഞ്ഞാൽ they go into the heart realm. They go into the heart realm. അതാണ് ഏറ്റവും അകത്തെ അല്ലേ, സ്പിരിറ്റ് realm. അവിടെ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു അല്ലേ. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്തു. ഒറ്റ സെക്കൻഡ് നമസ്കരിച്ചു. കൈയും കാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ തന്നെ ഇരിക്കുക. പക്ഷെ ഹൃദയം എന്തോ ചെയ്തു? നമസ്കരിച്ചു. അപ്പോൾ നമ്മൾ അകത്ത് വന്നു. ഇനി പുറത്ത് പോവുക, യൂണിവേഴ്സിറ്റിയിൽ, കോളേജിൽ, ഹോസ്പിറ്റലിൽ, ജോലി സ്ഥലത്ത് പോവുക. അവിടെ നമ്മുടെ മേച്ചൽപ്പുറം അല്ലേ. പിന്നെ അകത്ത് വന്ന് എന്തോ ചെയ്തു? വർഷിപ്പ്. എഗെയിൻ യു ഗോ ഔട്ട് ടു യുവർ ഫീൽഡ് ടു വർക്ക്. വീട്ടിൽ വന്നപ്പോൾ തുണി കഴുകാനുണ്ട്, വീട് വൃത്തിയാക്കാനുണ്ട്, ബാക്കി പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ മമ്മിയെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ദാറ്റ് ഓൾ യുവർ പാസ്റ്റേഴ്സ്. എഗെയിൻ വാട്ട് യു ഡു? യു കം ബാക്ക്. എവിടെ? ഹാർട്ട് ഓഫ് ദ ഹാർട്ടിൽ വന്നു, ഇന്നർ ലെവലിൽ വന്നു. ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. വർഷിപ്പ്. ഇത് ഞാനീ പറഞ്ഞ റിയൽ വർഷിപ്പ് എവിടെ നടക്കുന്നില്ല? ഒരു പെന്തക്കോസ്റ്റ് മീറ്റിംഗ് നടക്കുന്നില്ല. ഈ മീറ്റിങ്ങിൻ്റെ പേരെന്തുവാ? ആരാധന. ഇവിടെ നടക്കാത്ത ഒറ്റ കാര്യം ഏതാണ്? ആരാധന. Am I making any sense to you? ആരാധന എന്നതിൻ്റെ പേര്. ഞങ്ങൾ ഒരു ഞായറാഴ്ചത്തെ ഇന്നത്തെ കൂടി വരുമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇന്നത്തെ ആരാധനയെന്ന് ഞാൻ പറയത്തില്ല. എന്താ പറയുന്നറിയാമോ? എനിക്കറിയാമല്ലോ അവിടെ ആരാധന നടക്കുന്നില്ലെന്ന്. ഇതിന് 1000 പെട്ട ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ലല്ലോ. ഞാൻ ആ ഗിറ്റാർ അങ്ങോട്ട് എടുത്ത് വെച്ച് കൈ അടിച്ച് ജനം ഒരൊറ്റ ആരാധന അങ്ങ് ആരാധിച്ചു. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞ ഒരൊറ്റ ആരാധന. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചെങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മോള് കേട്ടുണ്ടോ? ഉണ്ടല്ലേ. ബൈബിൾ എടുത്ത് നോക്കിയിട്ട് അപ്പോസ്തലന്മാർ രാത്രി ആരാധിച്ചോന്ന് നോക്ക്, വായിച്ച് നോക്ക്. ഇല്ല, അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തെ പാടി സ്തുതിച്ചു. ഇത് ആരാധന എന്ന് ആർക്ക് തോന്നി? വേദവസം അറിയാൻ വേദ പാട്ടെഴുത്തുകാരന് തോന്നി. 95% സോങ്സും റബിഷാണ്. 95%. ഈ കഴിഞ്ഞ ദിവസം ഒരു കാസറ്റിനകത്ത് ഒരു പെണ്ണ് പാടുന്ന കേട്ടു. ഞാൻ പോകുന്നു ഞാനും സ്വർഗദേശത്ത് ദൈവത്തോടൊപ്പം ഉറങ്ങിടാനെന്ന്. കർത്താവിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനുള്ള സ്വർഗത്തിൽ പോകുന്നത്. ദൈവം ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. ചേട്ടാ, ദൈവത്തിൻ്റെ കാര്യം വലിയ കഷ്ടമാകുമല്ലോ. ആ പെണ്ണിൻ്റെ കുഴപ്പമല്ല, അത് നല്ല പെണ്ണായിരിക്കും. ഈ പാട്ട് എഴുതിയുണ്ടല്ലോ, ഇയൊക്കെ സെൻസുമില്ല, എഴുതി വെച്ചതാണ്. വർഷിപ്പ്. There is true worshipper and false worshippers. False worshippers can do anything and they say it is worship. True worshipper will worship the Lord, the Father in spirit. That means in the innermost heart and in truth. ഇത് രണ്ടും റിയലൈസ് ചെയ്ത് ദൈവസന്നിധിയുടെ ഹൃദയം താണ് വീണ് നമസ്കരിക്കാത്ത അവിടെ ഭാഷയില്ല. അവിടെ ഇതിന് നമുക്ക് എക്സാമ്പിൾ പറയണമെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ ആണ്ടൊരിക്കൽ നടക്കുന്ന മഹാപാവപരിഹാര പെരുന്നാളിൻ്റെ അന്ന് രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത്, അതാ ഇന്നർ മോസ്റ്റ് എന്ന് പറയും, നമ്മുടെ ഹാർട്ടിൻ്റെ സിമ്പലാണ്. ഇന്നർ മോസ്റ്റിൽ പുരോഹിതൻ കയറി കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയം പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. കാരണം എന്താ? മുഴുവൻ ജനത്തിൻ്റെയും ജീവൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ബ്ലഡ് അല്ലേ. ആ ബ്ലഡ് അവിടെ കൊണ്ട് അർപ്പിക്കുക. ബ്ലഡിനേക്കാൾ വലുതൊന്നുമില്ല, ബ്ലഡിന് പിന്നെ ജീവനില്ലല്ലോ, ജീവനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. ആ ജീവനോട് അർപ്പിക്കുക. അർപ്പിക്കുമ്പോൾ എന്തില്ല? പാട്ടില്ല, കൈഡിയില്ല, നൃത്തമില്ല, അബ്സല്യൂട്ട്ലി പിൻ ഡ്രോപ്പ് സൈലൻസ്. വെൽ, ഐ ചലഞ്ച് യു, ഇഫ് യു ക്യാൻ സിറ്റ് വിത്ത് ദ ലോർഡ് in pin drop silence, bow your heart before God and say, Father, I kiss your feet. മോളെ, അതൊരു inexplicable experience. Forget everything around you. Be silent for a moment. Focus on God your Father and think, meditate on what He has done to you. As your heart is
getting filled and filled and filled and filled up with gratitude. On the top level of you say, thank you Lord. Thank you Father. ആ താങ്ക് യു ഫാദർ പറയാൻ പോലും എൻ്റെ നാക്കിന് കഴിയത്തില്ല അന്നേരം. റിയൽ വർഷിപ്പ്, റിയൽ വർഷിപ്പ്. നമുക്ക് പാട്ടുകാരുണ്ട്, നൃത്തക്കാരുണ്ട്, അന്യഭാഷക്കാരുണ്ട്, ഡ്രം അടിക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. വി ഡോണ്ട് ഹാവ് വർഷിപ്പേഴ്സ്. ദ ഫാദർ ഈസ് ലുക്കിംഗ് ഫോർ ട്രൂ വർഷിപ്പേഴ്സ്. കർത്താവ് പറഞ്ഞു, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. Father is not looking for musicians, nor orchestra man, not the PowerPoint presentator, not the light man, not the speaker, not the translator, none of these things. ഒറ്റയാളെ നോക്കുക. Looking for the true worshipper. But in our prayer, if you can say, Father, make me a worshipper. Whatever happens in my life, I don't care. Make me a worshipper. You know what will happen? Your life will become a heaven on earth. Your life will really become a heaven on earth. ഇപ്പം ഞാൻ മോളോടാണ് പറയുന്നത്, ചിലരൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, റൈറ്റ്? ഈ കേൾക്കുന്ന ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയേ. യുവർ ലൈഫ് വിൽ ബിക്കം എ റിയൽ ഹെവൻ ഓൺ എർത്ത്, റൈറ്റ്? ദസ് യു വിൽ സീ ഗോഡ്. നമുക്ക് വേറൊരു പാട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ മോളെ, I think I gave you some little thoughts of mine regarding worship from the Bible, but not my thoughts, all from the Bible. I haven't put any of mine into it. If you can ask me any question, if you want to, you can ask me. Yes. Okay. Well, I thank you very much for coming to the recording session with me today. May God bless you abundantly, exceedingly.